അയാൾ ചികിത്സയിലാണ്. ബാക്കി 14 പ്രതികളും 10ാം പ്രതി ചികിത്സയിലാണ്. ബാക്കി എല്ലാവരും കോടതിയിലെത്തി ശിക്ഷാവിധി പ്രഖ്യാപനം കേട്ടു. അതിനുശേഷമുള്ള അവരുടെ വരവും അത് ചിരിയോടുകൂടി വന്നതും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാണെങ്കിലും 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് അഡീഷണൽ സെഷൻസ് കോടതി മാവേലിക്കര. അഡീഷണൽ സെഷൻസ് കോടതി ജസ്റ്റിസ് VG ശ്രീദേവി എല്ലാ പ്രതികൾക്കും വധശിക്ഷ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുന്ന സംഭവം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കേരളത്തിൽ ആദ്യമാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനമായി അത് മാറുകയാണ്. ഈ മാവേലിക്കരയിലെ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പുറപ്പെടുവിച്ച ശിക്ഷാവിധി 15 പ്രതികൾക്കും വധശിക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു കോടതി. ഒരുപക്ഷെ കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും അരുംകൊലകളിൽ ഒന്നായിട്ടുള്ള, രാഷ്ട്രീയ അരുംകൊലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഏറെ കോലുകളൊക്കെ സൃഷ്ടിച്ച, പിന്നീട് അത് ജില്ലയിൽ നിന്ന് പുറത്തേക്ക് വിചാരണ മാറ്റണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ച് അങ്ങനെ പലതരത്തിൽ ശ്രദ്ധ നേടിയ ഒരു പ്രമാദമായിട്ടുള്ള ഒരു കേസ്. ആ കേസിന് ഏറ്റവും ഒടുവിൽ ആ വധശിക്ഷയിൽ പ്രതികളായി അതിൽ ഗൂഢാലോചന നടത്തിയവർ, തെളിവ് നശിപ്പിച്ചവർ, നേരിട്ട് കുറ്റകൃത്യം നടത്തിയവർ എല്ലാവർക്കും 15 പേർക്കും എതിരെ കൊലക്കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. ഒരു തരത്തിലും ദയ അർഹിക്കുന്നവരല്ല ഈ 15 പ്രതികളും എന്നുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി എത്തി. ആ സാഹചര്യത്തിൽ 15 പേർക്കും വധശിക്ഷ ലഭിക്കുകയാണ്. ഇപ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യ പ്രതികരിക്കുന്നു ശിക്ഷാവിധി കേട്ട ശേഷം. രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം അല്പസമയത്തിന് ഉണ്ടാകുമെന്നായിരിക്കും കരുതേണ്ടത്. എന്താണെങ്കിലും അവർ അവിടെയുണ്ട്. ആ ശിക്ഷാവിധി അത് കേൾക്കാൻ രഞ്ജിത്തിന്റെ കുടുംബം ആ കോടതിയിലെത്തിയിരുന്നു. പ്രതികളെ അവർ നേരിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് കാണാം രഞ്ജിത്തിന്റെ ഭാര്യയെ, രഞ്ജിത്തിന്റെ അമ്മയെ, കുടുംബത്തെ. എത്രത്തോളം അവർ ആ വിധിയെ സ്വാഗതം ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതികരണം, പ്രതിഭാഗത്തിന്റെ പ്രതികരണം എല്ലാം ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ജി ശ്രീജിത്ത് തുടരുന്നുണ്ട്. പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. അതെ അതെ, 2 വർഷത്തെ പോരാട്ടം, 770 ദിവസമായി എന്ന്. അതുകൊണ്ട് കാത്തിരിപ്പിന് വധശിക്ഷ, പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. അത്യപൂർവമായ കേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കോടതി വിധി സംതൃപ്തരാണ് ഞങ്ങൾ. കോടതി വിധിയിൽ സംതൃപ്തരാണ്. കോടതി നമ്മളെ രക്ഷിച്ചു. കോടതി വിധിയിൽ സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിരുന്നു. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിന്റെ ടീം. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ, സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ജയരാജ് സാറിന്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കേരളത്തിന്റെ നീതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. ഒരു കേസിൽ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ കൊടുക്കുന്നത് അത്തരമൊരു അപൂർവ കേസുകളിൽ മാറുകയാണ്. അത് അത്യപൂർവമായ കേസ് തന്നെയാണിത്. ഒരു വീട്ടിൽ കയറിയും ഒരാളും ഇത്ര ഒരു ഇത് ചെയ്തിട്ടില്ല. വെറുതെ ഒരു കൊലപാതകം എന്ന് ഇതിന് എഴുതി തള്ളാൻ പറ്റില്ല. സാധാരണ ഒരു കൊലപാതകത്തിന് കൂടുതൽ പെടില്ല ഇത്. അത്ര വായിക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഏട്ടനെ അവർ കാണിച്ചു വെച്ചത്. അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളുമാണ്. അത്യപൂർവം തന്നെയാണ്. തെളിവുകളെല്ലാം എത്തിച്ചു. ജയരാജ് സാറിന് ഞാൻ പറഞ്ഞല്ലോ, അത് DYSP ടീം, അദ്ദേഹത്തിന്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു. കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു.
അത് അതുപോലെ തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു. പ്രോസിക്യൂട്ടറോടും അവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞു തീരില്ല. ഈ കേസിന്റെ മുന്നോട്ട് പോക്കിലാണ് ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അതെ, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തെളിവെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ കോൺസ്പിറസി ആംഗിൾ കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോൺസ്പിറസിയിൽ പങ്കെടുത്തവർ കൂടി വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ, എങ്ങനെയാണ് ഇതേക്കുറിച്ച് താങ്കൾ? ഇതിൽ സത്യത്തിൽ ഞാൻ ഇതിൽ അഡ്വക്കേറ്റ് എന്ന നിലയിലല്ല നിൽക്കുന്നത്, രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ എന്ന നിലയിലാണ്. ആ ഒരു വൈകാരികമായ ഇത് മാത്രമേ എനിക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. വിശദമായ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ പറയും. നിയമത്തിന്റെ ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും കോടതിയിൽ അത് നന്നായിട്ട് അത് പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. യും